കോട്ടയത്തെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് വർദ്ധിക്കാൻ കാരണം മന്ത്രി വി.എൻ. വാസവനെന്ന് കോട്ടയം ഡി.സി. പ്രസിഡന്റ് നാട്ടകം സുരേഷിന്റെ ആരോപണം. മന്ത്രി പ്രചാരണത്തിന് മണ്ഡലത്തിൽ എത്തിയില്ല. ഇവിടെ തുഷാറിന് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറയുന്നത് അത് CPM-ന്റെ വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് വാസവനും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ വാസവൻ ഏതെങ്കിലും ദിവസം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് കണ്ടോ? ഞങ്ങളുടെ ഒരു വോട്ട് പോലും പോകുകയില്ലെന്ന് ഞങ്ങൾ ആദ്യം തൊട്ടേ പറഞ്ഞു. ഞങ്ങളുടെ വോട്ട് പോകുകയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പോകുകയില്ലെന്നുള്ളത്. ഞങ്ങളുടെ ആ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ കൃത്യമായി ഞങ്ങളുടെ വോട്ടർമാർ ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ടോബി ജോൺസൺ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും പുതിയൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിലയിരുത്താം. കാരണം ഇന്നലെ തന്നെ ജോസ് കെ മാണി പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഇടതുമുന്നണിയുടെ വോട്ടുകൾ BDJS-ലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അടക്കം പരിശോധിക്കേണ്ടതാണ് എന്നാണ് ജോസ് കെ മാണി ഇന്നലെ നടത്തിയ ആ തോൽവിക്ക് ശേഷം നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞത്. അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു കാര്യം. പ്രത്യേകിച്ചും മന്ത്രി V.N. വാസവനെതിരെയാണ് ഈ ഒരു ആരോപണം വന്നിട്ടുള്ളത്. കൊട്ടിക്കലാശ സമയത്ത് മന്ത്രി V.N. വാസവൻ ഒപ്പമില്ലായിരുന്നു, തോമസ് ചാഴിക്കാടിന് ഒപ്പമില്ലായിരുന്നു. അതുപോലെ തന്നെ പ്രചരണ രംഗത്തും സജീവമായി കണ്ടില്ല എന്നാണ് UDF ആരോപിക്കുന്നത്. അതിനൊരു മറുപടി അന്ന് തന്നെ മന്ത്രി V.N. വാസവൻ നൽകുകയും ചെയ്തു. അത് പത്തനംതിട്ടയുടെ അടക്കം ചുമതലയുണ്ടായിരുന്നത് കൊണ്ട് അവിടേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് പല സമയത്തും കോട്ടയത്ത് എത്താതിരുന്നത് എന്നാണ് മന്ത്രി V.N. വാസവൻ പറഞ്ഞു വെച്ചത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി തുഷാർ വെള്ളാപ്പള്ളി 19.7% വോട്ട് വർധനവ് അല്ലെങ്കിൽ വോട്ട് ഷെയർ അവർക്ക് അത്രയും ലഭിച്ചത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. പല സ്ഥലങ്ങളിലും എടുത്തു പറയേണ്ടത് വൈക്കമടക്കമുള്ള മേഖലകളിൽ LDF-ന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ പോലും BDJS-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവരുടെ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. 27,515 വോട്ടുകളാണ് വൈക്കത്ത് മാത്രം ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ LDF-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ 25,000-ഓളം വോട്ടിന്റെ ഒരു ലീഡിലേക്ക് അല്ലെങ്കിൽ ഒരു വോട്ട് നേടാൻ അവർക്ക് BDJS-ന് സാധിച്ചു. കോട്ടയത്തും സമാനമായ രീതിയിൽ, പുതുപ്പള്ളിയിലും സമാനമായ രീതിയിൽ 24,000-ഉം 21,000-ഉം ഒക്കെ വോട്ടുകൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിക്കുന്നു. ഇത് LDF-ന്റെ വോട്ടാണ് അല്ലെങ്കിൽ CPM-ന്റെ വോട്ടാണ് എന്നുള്ളൊരു ആക്ഷേപമാണ് UDF ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. UDF-ന്റെ വോട്ടുകളൊന്നും തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്കോ BDJS-നോ NDA-ക്കോ പോയിട്ടില്ല. പോയത് മുഴുവൻ CPM-ന്റെ വോട്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു ആരോപണം അത് LDF-നെ അസ്വസ്ഥരാക്കാനുള്ള അല്ലെങ്കിൽ കൂടുതൽ തർക്കങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. രാജ്യസഭാ സീറ്റിന്റെ കാര്യങ്ങൾ അടുത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ LDF-ൽ ഇതിൽ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് M നടത്തുന്ന തോൽവിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ എങ്ങനെ പരാമർശിക്കും എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. SKN. താങ്ക് യു. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ചയാവുമെന്ന കാര്യത്തിൽ സംശയമില്ല.